TLB's ബയോളജി ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ലിംഫ് അഥവാ ടിഷ്യൂ ഫ്ലൂയിഡിനെ കുറിച്ച് അടുത്ത് നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ സർക്കുലേറ്ററി ഫ്ലൂയിഡിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ബ്ലഡ് കഴിഞ്ഞാൽ അടുത്ത പ്രധാനപ്പെട്ട ഫ്ലൂയിഡാണ് ലിംഫ് അഥവാ ടിഷ്യൂ ഫ്ലൂയിഡ് എന്നറിയപ്പെടുന്നത്. എന്താണെന്ന് നോക്കാം. When blood flows under high pressure through the capillaries, water and other dissolved substances are filtered out from the blood plasma to the intercellular space. അപ്പോൾ ഹാർട്ട് ബ്ലഡ് പമ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഈ പമ്പ് ചെയ്യുന്നത് ഹൈ പ്രഷറിലാണ് ബ്ലഡ് പമ്പ് ചെയ്യുന്നത്. അപ്പോൾ ബ്ലഡ് വെസൽസിൽ കൂടെ ബ്ലഡ് ഒഴുകുന്നത് അതേ പ്രഷറിലാണ് ബ്ലഡ് ഒഴുകുന്നത്. ആ ബ്ലഡ് ക്യാപ്പിലറീസിൽ എത്തുമ്പോഴത്തേക്കും, ബ്ലഡ് ക്യാപ്പിലറീസ് എന്ന് പറയുമ്പോൾ മൈന്യൂട്ടായിട്ട് ഈ കാണുന്ന ബ്ലഡ് വെസൽസിനെയാണ് ബ്ലഡ് ക്യാപ്പിലറീസ് എന്ന് വിളിക്കുന്നത്. ആർട്ടറീസ് വീണ്ടും ബ്രാഞ്ച് ചെയ്തിട്ട് മൈന്യൂട്ടായിട്ടുള്ള ബ്ലഡ് വെസൽസ് ആയിട്ട് ടിഷ്യൂവിൽ ചെന്ന് അവസാനിക്കും. ആ ബ്ലഡ് വെസൽസിനെ വിളിക്കുന്ന പേരാണ് ബ്ലഡ് ക്യാപ്പിലറീസ്. അപ്പോൾ ഈ ഹൈ പ്രഷറിൽ ക്യാപ്പിലറീസിൽ കൂടെ ബ്ലഡ് ഒഴുകുമ്പോൾ water and other dissolved substances are filtered out from the blood plasma to the intercellular space. അപ്പോൾ ആ രീതിയിൽ ബ്ലഡ് ഒഴുകുമ്പോൾ എന്താ സംഭവിക്കുക? ഒരു ഫിൽട്രേഷൻ നടക്കും. ഇതാണ് ഈ കാണുന്നതാണ് ബ്ലഡ് ക്യാപ്പിലറീസ്. ബ്ലഡ് ക്യാപ്പിലറീസിൽ കൂടെ ബ്ലഡ് ഒഴുകുമ്പോൾ ഈ ബ്ലഡിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസും ഓക്സിജനും ഒക്കെ ഇവിടെ നിന്ന് ഡിഫ്യൂഷൻ വഴി ബ്ലഡ് ക്യാപ്പിലറീസിൽ നിന്നും ഡിഫ്യൂസ് ചെയ്ത് പുറത്തേക്ക് വരും. വാട്ടർ ആൻഡ് അതർ ഡിസോൾവ്ഡ് സബ്സ്റ്റൻസസ് ആർ ഫിൽറ്റേർഡ് ഔട്ട്. ഒരു ഫിൽറ്റർ പേപ്പറിൽ എങ്ങനെയാണോ വാട്ടർ ഫിൽറ്റർ ചെയ്ത് പുറത്തേക്ക് വരുന്നത്, അതുപോലെ ഇവിടെ ഈ ബ്ലഡ് ക്യാപ്പിലറീസിൽ നിന്നും ടിഷ്യൂസിന് ആവശ്യമുള്ള ന്യൂട്രിയൻസും ഓക്സിജനും മറ്റ് സാധനങ്ങളും ഒക്കെ എന്ത് ചെയ്യും? ഫിൽറ്റർ ചെയ്ത് പുറത്തേക്ക് വരും ഇൻടു ദ ഇന്റർസെല്ലുലാർ സ്പേസ്. ഇന്റർസെല്ലുലാർ സ്പേസ് അല്ലെങ്കിൽ ഇവിടെ ഇന്റർസ്റ്റീഷ്യൽ സ്പേസ് എന്നിവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് ടിഷ്യൂസിൽ സെല്ലുകൾക്കിടയിലുള്ള സ്പേസിനെ വിളിക്കുന്ന പേരാണ് ഇന്റർസ്റ്റീഷ്യൽ സ്പേസ് എന്ന്. അപ്പോൾ ആ ഇന്റർസ്റ്റീഷ്യൽ സ്പേസിലേക്ക് ഈ ബ്ലഡിൽ നിന്നുമുള്ള വസ്തുക്കൾ ഫിൽറ്റർ ചെയ്ത് പുറത്തേക്ക് വരും. This fluid released out is called the interstitial fluid or tissue fluid. അപ്പോൾ ഇങ്ങനെ പുറത്തേക്ക് ഫിൽറ്റർ ചെയ്ത് വരുന്ന ഫ്ലൂയിഡിനെ വിളിക്കുന്ന പേരാണ് ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ടിഷ്യൂ ഫ്ലൂയിഡ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഹാസ് ദ സെയിം മിനറൽ ഡിസ്ട്രിബ്യൂഷൻ ആസ് ദാറ്റ് ഇൻ പ്ലാസ്മ. അപ്പോൾ ഇങ്ങനെ പുറത്തേക്ക് ഫിൽറ്റർ ചെയ്ത് വരുന്ന ഈ ഫ്ലൂയിഡിൻ്റെ മിനറൽ, അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ പരിശോധിച്ച് നോക്കിയാൽ ഇറ്റ് ഈസ് സെയിം ആസ് ദാറ്റ് ഇൻ പ്ലാസ്മ. പ്ലാസ്മയിൽ എന്തൊക്കെ കാണുമോ ആ സാധനങ്ങളൊക്കെ ഈ ഫിൽറ്റർ ചെയ്ത് വരുന്ന ഈ ഫ്ലൂയിഡിനകത്തും കാണും. എക്സ്ചേഞ്ച് ഓഫ് ന്യൂട്രിയൻസ്, ഗ്യാസസ് എറ്റ്സെട്ര ബിറ്റ്വീൻ ദ ബ്ലഡ് ആൻഡ് ദ സെൽസ് ആൾവേസ് ഒക്കർ ത്രൂ ദിസ് ഫ്ലൂയിഡ്. അപ്പോൾ ഓരോ ഇൻഡിവിജ്വൽ സെൽസിനും നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നുള്ള ന്യൂട്രിയൻസ് കിട്ടണം. അതുപോലെ തന്നെ ലങ്സിൽ നിന്നും അബ്സോർബ് ചെയ്യുന്ന ഓക്സിജൻ കിട്ടണം. അത് എല്ലാ സെല്ലുകളിലും ഈ ബ്ലഡ് ക്യാപ്പിലറീസ് എത്തത്തില്ല. അപ്പോൾ എങ്ങനെയാണ് ഓരോ ഇൻഡിവിജ്വൽ സെല്ലിനും ഇത്തരം ന്യൂട്രിയൻസും ഓക്സിജനും ഒക്കെ കിട്ടുന്നത്? അതുപോലെ തന്നെ സെല്ലിലുണ്ടാകുന്ന വിസർജ്യ വസ്തുക്കൾ, നൈട്രോജീനസ് വേസ്റ്റുകൾ, കാർബൺ ഡൈ ഓക്സൈഡ്, അമോണിയ തുടങ്ങിയ വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ തിരിച്ച് കളക്ട് ചെയ്യപ്പെടുന്നതും ഈ ഒരു ഫ്ലൂയിഡിൽ കൂടിയാണ്. എക്സ്ചേഞ്ച് ഓഫ് ന്യൂട്രിയൻസ്, ഗ്യാസസ് എറ്റ്സെട്ര ബിറ്റ്വീൻ ദ ബ്ലഡ് ആൻഡ് ദ സെൽസ്. ബ്ലഡും സെല്ലുകളും തങ്ങളിൽ എക്സ്ചേഞ്ച് നടക്കുന്നത് ആൾവേസ് ഒക്കർ ത്രൂ ദിസ് ഫ്ലൂയിഡ്. ഈ ഫ്ലൂയിഡ് വഴി മാത്രമാണ് നടക്കുന്നത്. An elaborate network of vessels called the lymphatic system collect this fluid and drains it back to the major veins. This fluid present in the lymphatic system is called the lymph. അപ്പോൾ ആ ഫ്ലൂയിഡിനെയാണ് നമ്മൾ എന്ത് പേരിൽ വിളിക്കുക? ലിംഫ് എന്ന് വിളിക്കുക. അപ്പോൾ ഈ രീതിയിൽ കളക്ട് ചെയ്യപ്പെടുന്ന ഫ്ലൂയിഡ്, ആ ഫ്ലൂയിഡ് ഇതുപോലത്തെ ബ്ലഡ് വെസൽസ് ഫോം ചെയ്യുന്നത് പോലെ തന്നെ ഒരു ലിംഫാറ്റിക് വെസൽ ഫോം ചെയ്യും. ആൻ ഇലാബറേറ്റ് നെറ്റ്വർക്ക് ഓഫ് വെസൽസ് കാൾഡ് ദ ലിംഫാറ്റിക് വെസൽസ്, ലിംഫാറ്റിക് സിസ്റ്റം. അതെല്ലാം കൂടി ചേർന്നിട്ട് നമ്മളതിനെ ലിംഫാറ്റിക് സിസ്റ്റം എന്ന് വിളിക്കും.
ആ ലിംഫാറ്റിക് സിസ്റ്റം ഈ ഫ്ലൂയിഡിനെ തിരിച്ച് കളക്ട് ചെയ്ത് ഡ്രെയിൻ ഇറ്റ് ബാക്ക് ടു ദ മേജർ വെയിൻസ്, ഹാർട്ടിലേക്ക് ബ്ലഡ് കൊണ്ടെത്തിക്കുന്ന പ്രധാനപ്പെട്ട വെയിനിലേക്ക് ഈ ലിംഫ് വെസൽ വന്ന് തുറക്കും. The fluid present in the lymphatic system is called the lymph. ഈ ലിംഫാറ്റിക് സിസ്റ്റത്തിനകത്ത് കാണുന്ന ഈ ഫ്ലൂയിഡിനെ വിളിക്കുന്ന പേരാണ് ലിംഫ്. എന്തൊക്കെയാണ് ലിംഫിന്റെ ഫങ്ഷൻസ് എന്ന് നോക്കാം. Lymph is a colorless fluid containing specialized lymphocytes. ലിംഫോസൈറ്റ്സുകളെ കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ. ബി ലിംഫോസൈറ്റ്, ടി ലിംഫോസൈറ്റ് എന്നൊക്കെ പറഞ്ഞൊക്കെ ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ലിംഫോസൈറ്റ് ഒക്കെ പഠിച്ചു നമ്മൾ. അപ്പോൾ ലിംഫ് ഈസ് എ കളർലെസ് ഫ്ലൂയിഡ് കണ്ടെയ്നിങ് സ്പെഷ്യലൈസ്ഡ് ലിംഫോസൈറ്റ്സ് വിച്ച് ആർ റെസ്പോൺസിബിൾ ഫോർ ദ ഇമ്മ്യൂൺ റെസ്പോൺസ് ഓഫ് ദ ബോഡി. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനത്തിൽ ഏറ്റവും നിർണായകമായ പങ്ക് വഹിക്കുന്ന WBC ആണ് ലിംഫോസൈറ്റ്സ്. അപ്പോൾ ലിംഫോസൈറ്റ്സ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്ന രോഗാണുക്കളെ അല്ലെങ്കിൽ മറ്റ് വസ്തുക്കളെ വിളിക്കുന്ന പേരാണ് ആൻറ്റിജൻസ് എന്ന് വിളിക്കുന്നു. ഈ ആൻറ്റിജൻസിനെ നശിപ്പിക്കുന്നതിനുള്ള പ്രതിദ്രവ്യമാണ് ആൻറ്റിബോഡി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ആൻറ്റിബോഡി മോളിക്യൂൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട WBC ആണ് ലിംഫോസൈറ്റ്സ്. ലിംഫ് ഈസ് എ കളർലെസ് ഫ്ലൂയിഡ്. അത് ലിംഫിനകത്ത് കാണുന്നത് കൊണ്ടാണ് ഈ സെല്ലുകളെ പ്രധാനമായിട്ടും ലിംഫോസൈറ്റ് എന്ന് വിളിക്കാൻ തന്നെ കാരണം. ലിംഫ് ഈസ് എ കളർലെസ് ഫ്ലൂയിഡ് കണ്ടെയ്നിങ് സ്പെഷ്യലൈസ്ഡ് ലിംഫോസൈറ്റ്സ് വിച്ച് ആർ റെസ്പോൺസിബിൾ ഫോർ ദ ഇമ്മ്യൂൺ റെസ്പോൺസസ് ഓഫ് ദ ബോഡി. Lymph is also an important carrier for nutrients, hormones, etc. ലിംഫ് പ്രധാനപ്പെട്ട വാഹകരാണ് എന്തിൻ്റെയൊക്കെ? ന്യൂട്രിയൻസിൻ്റെ, എല്ലാ പോഷക വസ്തുക്കളുടെയും ഹോർമോണുകളുടെയും അതുപോലെയുള്ള എന്തെല്ലാം ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുന്നു അതെല്ലാം കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അക്സസറി സർക്കുലേറ്ററി സിസ്റ്റമായിട്ട് ആക്ട് ചെയ്യുന്നതാണ് ലിംഫാറ്റിക് സിസ്റ്റം. Fats are absorbed through lymph in the lacteals present in the intestinal villi. ഇപ്പോൾ ഇൻറ്റസ്റ്റൈനിൽ കാണുന്ന മൈന്യൂട്ടായിട്ടുള്ള ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസിനെ വിളിക്കുന്ന പേരാണ് ഇൻറ്റസ്റ്റൈനൽ വില്ലൈ. അപ്പോൾ ഈ ഇൻറ്റസ്റ്റൈനൽ വില്ലയിൽ എല്ലാ മെറ്റീരിയൽസും ന്യൂട്രിയൻസും അബ്സോർഷൻ നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ വില്ലയ്ക്കകത്ത് കാണുന്ന ലാർജസ്റ്റ് കാണുന്ന ഒരു ലിംഫ് വെസൽ. വില്ലയിൽ ലാർജസ്റ്റ് ആയിട്ട് കാണുന്ന ഒരു ലിംഫ് വെസൽ, വളരെ ടൈനി ലിംഫാറ്റിക് വെസലാണ്. അതിനെ വിളിക്കുന്ന പേരാണ് ലാക്റ്റിയൽ. ഇതുവഴിയാണ് ഫാറ്റിൻ്റെ അബ്സോർഷൻ നടക്കുന്നത്, കൊഴുപ്പിൻ്റെ അബ്സോർഷൻ നമ്മുടെ ബ്ലഡിലേക്ക് നടക്കുന്നത് പ്രധാനമായിട്ടും ലാക്റ്റിയൽസ് എന്ന് പറയുന്ന ലിംഫാറ്റിക് സിസ്റ്റം വെസൽ വഴിയാണ്. ഫാറ്റ്സ് ആർ അബ്സോർബ്ഡ് ത്രൂ ലിംഫ് ഇൻ ദ ലാക്റ്റിയൽസ് പ്രസന്റ് ഇൻ ദ ഇൻറ്റസ്റ്റൈനൽ വില്ലൈ. നമുക്കടുത്ത് സർക്കുലേറ്ററി പാത്വേസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിഫറൻറ്റ് ടൈപ്പ് സർക്കുലേഷൻ ഉണ്ടല്ലേ. ഓപ്പൺ സർക്കുലേഷൻ എന്നും ക്ലോസ്ഡ് സർക്കുലേഷൻ എന്നും ഉണ്ട്. ആർത്രോപോഡ്സിലും മൊളസ്കൻസിലും ഒക്കെ നമ്മൾ നേരത്തെ പഠിച്ചു. അവർക്കെല്ലാം ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റമാണുള്ളത്. കോക്രോച്ചിനെ കുറിച്ച് പഠിച്ചു. അവയ്ക്കെല്ലാം ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റമാണുള്ളത്. അപ്പോൾ ഓരോ ഡിഫറൻറ്റ് അനിമൽസിലും ഡിഫറൻറ്റ് ടൈപ്പ് സർക്കുലേഷന് പ്രത്യേകതകളുണ്ട്. ഫിഷസിൽ കാണുമ്പോലെ അല്ല ആംഫീബിയൻസിൽ കാണുന്നത്, റെപ്റ്റൈൽസിൽ, മാമൽസിൽ, ബേർഡ്സിൽ, ഇതിനെല്ലാം ഡിഫറൻസ് ഉണ്ട്. നോക്കാം നമുക്ക്. സർക്കുലേറ്ററി സിസ്റ്റത്തിന് നമ്മൾ പ്രധാനമായിട്ടും രണ്ട് ടൈപ്പ് സർക്കുലേറ്ററി സിസ്റ്റം വിളിക്കുന്നു. ഓപ്പൺ ടൈപ്പ് സർക്കുലേഷനും ക്ലോസ്ഡ് ടൈപ്പ് സർക്കുലേഷനും. ദ സർക്കുലേറ്ററി പാത്വേസ് ആർ ഓഫ് ടു ടൈപ്സ്, ഓപ്പൺ ഓർ ക്ലോസ്ഡ്. ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ആർത്രോപോഡ്സിലും മൊളസ്കൻസിലും ഒക്കെ ബ്ലഡ് ഫ്രം ഹാർട്ട് പാസസ് ത്രൂ ദ ലാർജ് വെസൽസ് ഇൻ ടു ഓപ്പൺ സ്പേസ് ഓർ ബോഡി ക്യാവിറ്റീസ് കാൾഡ് സൈനസസ്. ഇപ്പോൾ ഹാർട്ട് പമ്പ് ചെയ്യുന്ന ബ്ലഡ് അത് മൈന്യൂട്ടായിട്ടുള്ള പോറുകൾ വഴി പുറത്തേക്ക് വരുന്നു. ഓസ്റ്റിയ എന്ന് പറയുന്ന പോറുകൾ വഴി പുറത്തേക്ക് വരുന്നു എന്ന് നമ്മൾ പഠിച്ചു. ട്യൂബുലാർ ഹാർട്ടൊക്കെ നമ്മൾ കോക്രോച്ചിൽ പഠിച്ചതാണ്. അപ്പോൾ ഈ പുറത്തേക്ക് വരുന്ന ഈ ബ്ലഡ് അത് ബോഡി ക്യാവിറ്റിക്കകത്ത് ഇങ്ങനെ ബ്ലഡ് ഫിൽഡ് ബോഡി ക്യാവിറ്റി ആയിട്ട് നിൽക്കുകയാണ്. അതിനാണ് നമ്മൾ ഹീമോസീൽ എന്ന് വിളിച്ചത്. ആ ബ്ലഡിനെ നമ്മൾ ഹീമോ ലിംഫ് എന്ന് വിളിച്ചു. ആ ബ്ലഡ് ഫിൽഡ് ബോഡി ക്യാവിറ്റിയാണ് നമ്മളവിടെ സൈനസസ് എന്നുള്ള ഒരു ടേം കൊണ്ടുകൂടെ വിശേഷിപ്പിച്ചത്. ബ്ലഡ് ഫ്രം ഹാർട്ട് പാസസ് ത്രൂ ലാർജ് വെസൽസ് ഇൻ ടു ഓപ്പൺ സ്പേസസ് ഓർ ബോഡി ക്യാവിറ്റീസ് കാൾഡ് സൈനസസ്. ഇപ്പോൾ ഹാർട്ട് പമ്പ് ചെയ്യുന്ന ബ്ലഡ് സൈനസസ് എന്ന് പറയുന്ന ബോഡി ക്യാവിറ്റിക്കകത്തേക്ക് ഫില്ല് ചെയ്യപ്പെടുന്നു.
ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റത്തിന് എക്സാമ്പിളാണ് ആർത്രോപോഡ്സും മൊളുസ്കൻസും. ഇനി ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ എന്താണ് അതിൻ്റെ പ്രത്യേകത? ഡെഫിനിറ്റ് ബ്ലഡ് വെസൽസിനകത്തുകൂടെ മാത്രമേ ബ്ലഡ് ഫ്ലോ ചെയ്യുകയുള്ളൂ. ദർ ഈസ് എ നെറ്റ്വർക്ക് ഓഫ് ബ്ലഡ് വെസൽസ് ഫോർ ദ സർക്കുലേഷൻ ഓഫ് ബ്ലഡ്. ആ രീതിയിലുള്ള സർക്കുലേറ്ററി സിസ്റ്റമാണ് അനലിറ്റ്സിലും കോഡൈറ്റ്സിലും ഒക്കെ ഉള്ളത്. ബ്ലഡ് പമ്പ്ഡ് ഫ്രം ദ ഹാർട്ട് ആൾവേസ് സർക്കുലേറ്റ് ത്രൂ എ ക്ലോസ്ഡ് നെറ്റ്വർക്ക് ഓഫ് ബ്ലഡ് വെസൽസ്. എക്സാമ്പിൾ അനലിറ്റ്സ് ആൻഡ് കോഡൈറ്റ്സ്. ഇനി വെർട്ടിബ്രേറ്റ്സിൽ ഡിഫറൻറ്റ് ടൈപ്പ് ഹാർട്ടിൻ്റെ ചേമ്പേഴ്സിന് വെർട്ടിബ്രേറ്റിൽ പ്രത്യേകതയുണ്ട്. ഫിഷസിനാണെങ്കിൽ 2 ചേമ്പർ ഹാർട്ടാണ്, ആംഫീബിയൻസിന് ആണെങ്കിൽ 3 ചേമ്പറാണ്, റെപ്റ്റൈൽസിനും അതുപോലെ 3 ചേമ്പേർഡ് ഹാർട്ടാണ്. 4 ചേമ്പറായിട്ട് കംപ്ലീറ്റ് ആയിട്ട് തിരിഞ്ഞിട്ടില്ല. 3.5 ചേമ്പേഴ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്നാൽ ബേർഡ്സിലും മാമൽസിലും ആണെങ്കിൽ വെൽ ഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള 4 ചേമ്പേഴ്സ് ഹാർട്ടുണ്ട്. നോക്കാം നമുക്ക്. All vertebrate possess a muscular chambered heart. എല്ലാ വെർട്ടിബ്രേറ്റിലും മസിൽസ് കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള അറകളോട് കൂടിയ ഒരു ഹാർട്ടുണ്ട്. ഫിഷസ് ഹാവ് 2 chambered heart with atrium and ventricle. ഫിഷസിനെ സംബന്ധിച്ചിടത്തോളം 2 ചേമ്പർ മാത്രമേ ഹാർട്ടിനുള്ളൂ, ഒരു ഏട്രിയവും ഒരു വെൻട്രിക്കിളും. എന്നാൽ ആംഫീബിയൻസിലും റെപ്റ്റൈൽസിലും 3 ചേമ്പേർഡ് ഹാർട്ടാണ്. അതിനൊരു എക്സെപ്ഷൻ ഉണ്ട്, നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടത്. എക്സെപ്ഷൻ ഉണ്ട് ക്രോക്കഡൈൽസിന് 4 ചേമ്പർ ഹാർട്ടാണ് വിത്ത് 2 ഏട്രിയ ആൻഡ് എ സിംഗിൾ വെൻട്രിക്കിൾ. അപ്പോൾ ആംഫീബിയൻസിലും റെപ്റ്റൈൽസിലും 2 ഏട്രിയവും സെപ്പറേറ്റ് ചേമ്പേഴ്സുമായിട്ട് മാറിയിട്ടുണ്ട്. ദെൻ വെൻട്രിക്കിൾ ആണെങ്കിൽ 2 സെപ്പറേറ്റ് ചേമ്പർ ആയിട്ടില്ല. ആംഫീബിയൻസിന് വെൻട്രിക്കിൾ ഒറ്റ ചേമ്പറായിട്ട് തന്നെ കാണും. എന്നാൽ റെപ്റ്റൈൽസിന് വരുമ്പോൾ ഒരു ഹാഫായിട്ടത് ചെറിയൊരു ഇൻ്റർ വെൻട്രിക്കുലാർ സെപ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാകും. എന്നാലും അതിനെ സിംഗിൾ ചേമ്പറായിട്ടേ കണക്കാക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ആംഫീബിയൻസിലും റെപ്റ്റൈൽസിലും 3 ചേമ്പേർഡാണ്, 2 ഏട്രിയവും ഒരു വെൻട്രിക്കിളും. വൈൽ ക്രോക്കഡൈൽസ്, ബേർഡ്സ് ആൻഡ് മാമൽസ്, നേരത്തെ ഒരു എക്സെപ്ഷൻ പറഞ്ഞു റെപ്റ്റൈൽസിൽ, ക്രോക്കഡൈൽസ്. ഇപ്പോൾ ക്രോക്കഡൈൽസിലും ബേർഡ്സിലും മാമൽസിലും 4 ചേമ്പേർഡ് ഹാർട്ടാണ് വിത്ത് 2 ഏട്രിയ ആൻഡ് 2 വെൻട്രിക്കിൾ. 2 ഏട്രിയവും 2 വെൻട്രിക്കിളും ഉണ്ടാകും. ഇനി സർക്കുലേറ്ററി പാറ്റേൺസിൻ്റെ പ്രത്യേകത നോക്കാം. അപ്പോൾ ഈ ഒരു പാറ്റേണിനെ നമുക്ക് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. സിംഗിൾ സർക്കുലേഷൻ, ഇൻകംപ്ലീറ്റ് ഡബിൾ സർക്കുലേഷൻ, ഡബിൾ സർക്കുലേഷൻ. അപ്പോൾ 3 പാറ്റേൺ ആയിട്ട് നമുക്ക് തിരിക്കാം. സിംഗിൾ സർക്കുലേഷൻ, ഇൻകംപ്ലീറ്റ് ഡബിൾ സർക്കുലേഷൻ, ഡബിൾ സർക്കുലേഷൻ. എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് നോക്കാം. സിംഗിൾ സർക്കുലേഷൻ ഫിഷസിൻ്റെ കാര്യത്തിലാണ് നമ്മൾ പറയുന്നത് ആദ്യം. ഇൻ ഫിഷസ് ദ ഹാർട്ട് പമ്പ്സ് ഔട്ട് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ്. അപ്പോൾ ഹാർട്ട് 2 ചേമ്പറേ ഉള്ളൂ, ഒരു വെൻട്രിക്കിളും ഒരു ഏട്രിയവും. അപ്പോൾ ഹാർട്ട് വെൻട്രിക്കിള് പമ്പ് ചെയ്യും ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് വിച്ച് ഈസ് ഓക്സിജനേറ്റഡ് ബൈ ദ ഗിൽസ്. അപ്പോൾ വെൻട്രിക്കിൾ പമ്പ് ചെയ്യുന്ന ബ്ലഡ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡാണ്, ഓക്സിജൻ്റെ അളവ് കുറവായ ബ്ലഡാണ്. ആ ബ്ലഡ് നേരെ ഓക്സിജനേഷന് വേണ്ടി ഗിൽസിലേക്ക് പോകും. അപ്പോൾ ഗിൽസിലേക്ക് പോകും. ഹാർട്ട് പമ്പ് ചെയ്യുന്ന ബ്ലഡ് നേരെ ഗിൽസിലെത്തും. ഗിൽസ് അല്ലെങ്കിൽ ചെകിളപ്പൂക്കൾ എന്ന് പറയുന്ന ഭാഗമുണ്ട്, അറിയാം നിങ്ങൾക്ക്, അതിലേക്കെത്തും. ആൻഡ് സപ്ലൈ ടു ദ ബോഡി പാർട്സ് ഫ്രം വെയർ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ഈസ് റിട്ടേൺ ടു ദ ഹാർട്ട്. അപ്പോൾ എന്താ സംഭവിക്കുക? ഹാർട്ട് എപ്പോഴും പമ്പ് ചെയ്യുന്നത് ഡീഓക്സിജനേറ്റഡ് ബ്ലഡാണ് പമ്പ് ചെയ്യുന്നത്. ആ പമ്പ് ചെയ്യുന്ന ബ്ലഡ് എവിടെ ചെല്ലുന്നു? ഗിൽസിൽ ചെല്ലുന്നു. ഗിൽസിൽ ചെന്നിട്ട് അവിടെ വെച്ചിട്ട് ഓക്സിജനേഷൻ നടക്കുന്നു. ആ ഓക്സിജനേറ്റഡ് ബ്ലഡിനെ ബ്ലഡ് വെസൽസ് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും കൊണ്ടു കൊടുക്കുന്നു. അവിടെ നിന്നും ശരീരത്തിൽ നിന്നും വീണ്ടും ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് കളക്ട് ചെയ്ത് ഏട്രിയത്തിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ എപ്പോഴും ഈ ഒരു സർക്കുലേഷനിൽ ഹാർട്ട് പമ്പ് ചെയ്യുന്നത് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് മാത്രം. ഈ രീതിയിൽ ഒറ്റ സർക്കുലേഷനേ നടക്കുന്നുള്ളൂ. ആ സർക്കുലേഷനെയാണ് സിംഗിൾ സർക്കുലേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താ അതിൻ്റെ പ്രത്യേകത? ഇൻ ഫിഷസ് ദ ഹാർട്ട് പമ്പ്സ് ഔട്ട് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് വിച്ച് ഈസ് ഓക്സിജനേറ്റഡ് ബൈ ദ ഗിൽസ്. ഡീഓക്സിജനേറ്റഡ് ബ്ലഡിനെ പമ്പ് ചെയ്യുന്നു, അത് ഗിൽസ് ഓക്സിജനേറ്റ് ചെയ്യുന്നു. ആൻഡ് സപ്ലൈഡ് ടു ദ ബോഡി പാർട്സ്, എന്നിട്ട് ബോഡി പാർട്സിന് സപ്ലൈ ചെയ്യുന്നു. ഫ്രം വെയർ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ഈസ് റിട്ടേൺ ടു ദ ഹാർട്ട്. അപ്പോൾ അവിടെ നിന്നും വീണ്ടും ബോഡി പാർട്സിൽ നിന്നും ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് കളക്ട് ചെയ്ത് വീണ്ടും ഹാർട്ടിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ഈ രീതിയിലുള്ള സർക്കുലേഷനെയാണ് സിംഗിൾ സർക്കുലേഷൻ എന്ന് വിളിക്കുന്നത്. ഇനി എന്താണ് ഇൻകംപ്ലീറ്റ് ഡബിൾ സർക്കുലേഷൻ എന്ന് നോക്കാം. ഇൻകംപ്ലീറ്റ് ഡബിൾ സർക്കുലേഷൻ.
ഇത് കാണുന്നത് ആംഫീബിയൻസിലും റെപ്റ്റൈൽസിലുമാണ്. ഇപ്പോൾ നേരത്തെ മനസ്സിലാക്കിയതാണ് നമ്മൾ. ആംഫീബിയൻസിലും റെപ്റ്റൈൽസിലും 3 ചേംബറുള്ള ഹാർട്ടാണുള്ളത്. 2 ഏട്രിയവും ഉണ്ട്, 1 വെൻട്രിക്കിളും ഉണ്ട്. ദ ലെഫ്റ്റ് ഏട്രിയം റിസീവ്സ് ഓക്സിജനേറ്റഡ് ബ്ലഡ്. ഇപ്പോൾ ലെഫ്റ്റ് ഏട്രിയം ഓക്സിജനേറ്റഡ് ബ്ലഡ് ലങ്സിൽ നിന്ന്, അല്ലെങ്കിൽ ഗിൽസിൽ നിന്ന്, അല്ലെങ്കിൽ സ്കിന്നിൽ നിന്ന്. ആംഫീബിയൻസിൽ ഫ്രോഗിനൊക്കെ ആണെങ്കിൽ സ്കിന്നിൽ കൂടിയൊക്കെ റെസ്പിറേഷൻ നടത്താൻ പറ്റും. ഇപ്പോൾ ഗിൽസിൽ നിന്നോ ലങ്സിൽ നിന്നോ സ്കിന്നിൽ നിന്നോ ഉള്ള ഓക്സിജനേറ്റഡ് ബ്ലഡ് കളക്ട് ചെയ്ത് ലെഫ്റ്റ് ഏട്രിയത്തിൽ കൊണ്ടുവരുന്നു. ആൻഡ് ദ റൈറ്റ് ഏട്രിയം ഗെറ്റ്സ് ദ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ്. ഇപ്പോൾ ശരീരത്തിൽ നിന്നുള്ള ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് എല്ലാം കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് റൈറ്റ് ഏട്രിയത്തിൽ കൊണ്ടുവരുന്നു. അപ്പോൾ ലെഫ്റ്റ് ഏട്രിയത്തിൽ ലങ്സിൽ നിന്നുള്ള ബ്ലഡ് എത്തുന്നു, റൈറ്റ് ഏട്രിയത്തിൽ ബോഡി പാർട്സിൽ നിന്നുള്ള ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് എത്തുന്നു. And the right atrium gets the deoxygenated blood from the other body parts. However, they get mixed up in the single ventricle. അടുത്ത എന്താ സംഭവിക്കുക? ഈ 2 ഏട്രിയവും അടുത്ത് ബ്ലഡിനെ വെൻട്രിക്കിൾസിലേക്ക് പാസ് ചെയ്യുന്നു. അപ്പോൾ വെൻട്രിക്കിൾസിൽ വെച്ചിട്ട് ഈ ഓക്സിജനേറ്റഡ് ബ്ലഡും ഡീഓക്സിജനേറ്റഡ് ബ്ലഡും ഇവിടെ വെച്ച് മിക്സ് ആകുന്നു. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്ത ബ്ലഡാണ് ഇവിടെ നിന്നും അടുത്ത് പമ്പ് ചെയ്യപ്പെടുന്നത്. മിക്സ് ചെയ്ത ബ്ലഡാണ് ശരീരത്തിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്നത്, അതുപോലെ ലങ്സിലേക്കും പമ്പ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഇവിടെ സർക്കുലേഷൻ ഇൻകംപ്ലീറ്റ് ആണ്. ഓക്സിജനേറ്റഡ് ബ്ലഡും ഡീഓക്സിജനേറ്റഡ് ബ്ലഡും ഇവിടെ മിക്സ് ആകപ്പെടുന്നു. അപ്പോൾ ഓക്സിജനേറ്റഡ് ബ്ലഡ് ലങ്സിൽ നിന്നും എത്തുന്നു, ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ബോഡി പാർട്സിൽ നിന്നും എത്തുന്നു. ഇത് രണ്ടും 2 ഏട്രിയത്തിലായിട്ട് എത്തുന്നു. ലെഫ്റ്റ് ഏട്രിയത്തിൽ ഓക്സിജനേറ്റഡ് ബ്ലഡ് എത്തുന്നു, റൈറ്റ് ഏട്രിയത്തിൽ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് എത്തുന്നു. ഈ 2 ബ്ലഡും അടുത്ത വെൻട്രിക്കിളിലേക്ക് പാസ് ചെയ്യുന്നു. അവിടെ വെച്ചിട്ട് എന്ത് സംഭവിക്കുന്നു? ഇവിടെ ഇത് മിക്സ് ആകുന്നു. അപ്പോൾ ഈ മിക്സായ ബ്ലഡാണ് അടുത്ത് വീണ്ടും ബോഡി പാർട്സിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്നത്. സോ ദിസ് സർക്കുലേഷൻ ഈസ് നോൺ ആസ് ഇൻകംപ്ലീറ്റ് സർക്കുലേഷൻ. അതുകൊണ്ട് ഈ സർക്കുലേഷനെ ഇൻകംപ്ലീറ്റ് സർക്കുലേഷൻ എന്ന് വിളിക്കുന്നു. ഇനി കംപ്ലീറ്റ് ആയിട്ടുള്ള ഡബിൾ സർക്കുലേഷൻ നോക്കാം. അത് 4 ചേമ്പേർഡ് ആയിട്ടുള്ള ഹാർട്ടുള്ള അനിമൽസിലാണ്. ബേർഡ്സിലും മാമൽസിലും ക്രോക്കഡൈൽസിലും ഒക്കെ കംപ്ലീറ്റ് ഡബിൾ സർക്കുലേഷനാണ്. In birds and mammals, oxygenated blood is received in the left atria. Left atrium ലങ്സിൽ നിന്നുള്ള ഓക്സിജനേറ്റഡ് ബ്ലഡ് കൊണ്ടുവരുന്നു. ആൻഡ് ഫ്രം ദയർ എൻറ്റേഴ്സ് ഇൻ ടു ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ. ആ ബ്ലഡ് നേരെ എവിടെ എത്തുന്നു? വെൻട്രിക്കിളിലേക്ക് എത്തുന്നു. ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ഫ്രം ഓൾ ദ ബോഡി പാർട്സ് എൻറ്റർ ഇൻ ടു ദ റൈറ്റ് ഏട്രിയ. റൈറ്റ് ഏട്രിയത്തിൽ എത്തുന്നു. ആൻഡ് ഫ്രം ദയർ എൻറ്റേഴ്സ് ഇൻ ടു ദ റൈറ്റ് വെൻട്രിക്കിൾ. അവിടെ നിന്ന് റൈറ്റ് വെൻട്രിക്കിളിലേക്ക് എത്തുന്നു. The ventricle pump the blood without any mixing up. അപ്പോൾ ഇവിടെ ക്ലിയർ ആയിട്ട് ഇത് 2 ചേമ്പറായിട്ട് ഇവിടെ തിരിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ മിക്സിങ് നടക്കുന്നില്ല. The ventricle pump the blood without any mixing up. അപ്പോൾ ഒരു മിക്സിങ്ങും ഇല്ലാതെ ഈ ബ്ലഡിനെ എന്ത് ചെയ്യുന്നു? വെൻട്രിക്കിൾസ് പമ്പ് ചെയ്യുന്നു. Thus 2 complete circulatory pathways are there and known as complete double circulation. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പാത്വേ ഇവിടെ കാണുന്നു. അതുകൊണ്ട് ഇതിനെ കംപ്ലീറ്റ് ഡബിൾ സർക്കുലേഷൻ എന്ന് വിളിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കാം. ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റം. ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട പാർട്ടുകൾ എന്ന് പറയുന്നത് കൺസിസ്റ്റ് ഓഫ് എ മസ്കുലാർ ചേമ്പേർഡ് ഹാർട്ട്. മസിൽസ് കൊണ്ട് നിർമ്മിക്കപ്പെട്ട അറകളോടുകൂടിയ 4 അറകളോടുകൂടിയ ഒരു ഹാർട്ടുണ്ട്. എ നെറ്റ്വർക്ക് ഓഫ് ക്ലോസ്ഡ് ബ്രാഞ്ചിങ് ബ്ലഡ് വെസൽസ്. ബ്ലഡ് വെസൽസിൻ്റെ ഒരു നെറ്റ്വർക്ക് തന്നെ നമുക്ക്, ശൃംഖലകൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് ബ്ലഡ്, അതിൽ കൂടെ ഒഴുകുന്ന ബ്ലഡ്, ദ ഫ്ലൂയിഡ് വിച്ച് ഈസ് സർക്കുലേറ്റഡ്. അപ്പോൾ ഇത്രയും ചേർന്നതാണ് നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് വിളിക്കുന്നത്. അപ്പോൾ 3 ടൈപ്പ് ബ്ലഡ് വെസൽസ് ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. ഓക്സിജനേറ്റഡ് ബ്ലഡ് കൊണ്ടുപോകുന്ന ബ്ലഡ് വെസലാണ് ആർട്ടറീസ്. ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് കൊണ്ടുപോകുന്ന ബ്ലഡ് വെസലാണ് വെയിൻസ്. മൈന്യൂട്ടായിട്ടുള്ള ബ്ലഡ് വെസൽസിനെ വിളിക്കുന്ന പേരാണ് കാപ്പിലറീസ്. ഇനി ഹാർട്ടിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് മനസ്സിലാക്കാം. ഹാർട്ട് ഈസ് ദ മീസോഡെർമലി ഡിറൈവ്ഡ് ഓർഗൻ. ഇപ്പോൾ മീസോഡേം എന്നുള്ള ടേം പഠിച്ചിട്ടുണ്ട് അല്ലേ? നമ്മുടെ 3 എംബ്രിയോണിക് ലെയേഴ്സ് മനസ്സിലാക്കി: എക്ടോഡേം, എൻഡോഡേം, മീസോഡേം. അപ്പോൾ അതിൽ മീസോഡേം സെൽസിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്യുന്ന ഓർഗനാണ് ഹാർട്ട്. ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ തൊറാസിക് ക്യാവിറ്റി. ഇപ്പം ബോഡിയുടെ നമ്മുടെ അപ്പർ ക്യാവിറ്റിയെ, ഈ ക്യാവിറ്റിയെ വിളിക്കുന്ന, ഈ അറയെ വിളിക്കുന്ന പേരാണ് തൊറാസിക് ക്യാവിറ്റി. ഇവിടെ ഡയഫ്രം ഉണ്ട്. ഡയഫ്രത്തിന് കീഴ്ഭാഗമാണ് അബ്ഡോമിനൽ ക്യാവിറ്റി. അപ്പോൾ നമ്മുടെ ശരീരത്തിന് 2 അറകളായിട്ട് തിരിച്ചിട്ടുണ്ട്: തൊറാസിക് ക്യാവിറ്റി എന്നും അബ്ഡോമിനൽ ക്യാവിറ്റി എന്നും.
അപ്പോൾ ഇവിടെ തൊറാസിക് ക്യാവിറ്റിയിലാണ് ഹാർട്ട് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഇൻ ബിറ്റ്വീൻ ദ ടു ലങ്സ്, രണ്ട് ശ്വാസകോശങ്ങൾക്കും ഇടയിലായിട്ടാണ്, ലങ്സിനും ഇടയിലായിട്ടാണ് ഹാർട്ട് കാണുന്നത്. സ്ലൈറ്റ്ലി ടിൽറ്റഡ് ടു ദ ലെഫ്റ്റ്, ഇടത്തുവശത്തേക്ക് ചെറിയൊരു ചരിവ് ഹാർട്ടിനുണ്ട്. ഇറ്റ് ഹാസ് ദ സൈസ് ഓഫ് എ ക്ലഞ്ച്ഡ് ഫിസ്റ്റ്. അപ്പം നമ്മുടെ ഒരു മുഷ്ടി ചുരുട്ടി പിടിച്ചാൽ എന്ത് വലിപ്പം ഉണ്ടാകും? ഒരാളിൻ്റെ ഹാർട്ടിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് അയാളുടെ മുഷ്ടി ചുരുട്ടി പിടിച്ചിരിക്കുമ്പോൾ ഉണ്ടാകുന്ന വലിപ്പമാണ് അയാളുടെ ഹാർട്ടിൻ്റെ വലിപ്പം. ഇറ്റ് ഹാസ് ദ സൈസ് ഓഫ് എ ക്ലഞ്ച്ഡ് ഫിസ്റ്റ്. ഇറ്റ് ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ എ ഡബിൾ വാൾഡ് മെംബ്രേനിയസ് ബാഗ് കാൾഡ് പെരിക്കാർഡിയം. അപ്പം നമ്മുടെ എല്ലാ വൈറ്റൽ ഓർഗൻസിനെയും പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടൊരു പ്രൊട്ടക്റ്റീവ് മെംബ്രെയിൻ ഉണ്ടാവും. ബ്രെയിനിനെ മെനിഞ്ചസ് എന്ന് പറയുന്നൊരു മെംബ്രെയിൻ കൊണ്ട് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. ലങ്സിനെ പ്ലൂറ എന്നൊരു മെംബ്രെയിൻ കൊണ്ട് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഹാർട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന മെംബ്രെയിനാണ് പെരിക്കാർഡിയം എന്ന് പറയുന്ന മെംബ്രെയിൻ, എൻക്ലോസിങ് ദ പെരിക്കാർഡിയൽ ഫ്ലൂയിഡ്. അപ്പോൾ ആ ഒരു ഡബിൾ വാൾഡാണ്, രണ്ട് വാളിൻ്റെയും ഇടയിലായിട്ട് ഒരു ഫ്ലൂയിഡ് ഉണ്ട്. ആ ഫ്ലൂയിഡിനെ വിളിക്കുന്ന പേരാണ് പെരിക്കാർഡിയൽ ഫ്ലൂയിഡ്. അവർ ഹാർട്ട് ഹാസ് 4 ചേമ്പേഴ്സ്, 4 അറകളുണ്ട് ഹാർട്ടിന്. 2 relatively small upper chambers called atria and 2 larger lower chambers called ventricle. ഇപ്പോൾ മുകളിൽ കാണുന്ന ചെറിയ ചേമ്പേഴ്സിനെ വിളിക്കുന്ന പേരാണ് ഏട്രിയ എന്നും താഴെ കാണുന്ന വലിയ ചേമ്പേഴ്സിനെ വിളിക്കുന്ന പേരാണ് വെൻട്രിക്കിൾസ് എന്നും. A thin muscular wall called the interatrial septum separates the right and left atria. അപ്പോൾ ഇത് പിക്ചറിൽ നമുക്ക് കാണാം. ഇത് ലെഫ്റ്റ് ഏട്രിയം എന്ന് പറയുന്ന ചേമ്പറാണ്, ഇത് റൈറ്റ് ഏട്രിയം എന്ന് പറയുന്ന ചേമ്പറാണ്. അപ്പോൾ ഈ രണ്ട് അറകളെയും തങ്ങളിൽ വേർതിരിച്ചു കൊണ്ടുള്ള ഒരു ഭിത്തി ഇവിടെ ഉണ്ടാവും, ഒരു സെപ്റ്റം ഉണ്ട്. ആ സെപ്റ്റത്തിനെ വിളിക്കുന്ന പേരാണ് ഇന്റർ ഏട്രിയൽ സെപ്റ്റം. ഇന്റർ ഏട്രിയൽ സെപ്റ്റം സെപ്പറേറ്റ് ദ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഏട്രിയ. റൈറ്റ് ഏട്രിയത്തിനെയും ലെഫ്റ്റ് ഏട്രിയത്തിനെയും തങ്ങളിൽ വേർതിരിച്ചുകൊണ്ട് കാണുന്ന ഈ ഒരു സെപ്റ്റത്തിനെ വിളിക്കുന്ന പേരാണ് ഇന്റർ ഏട്രിയൽ സെപ്റ്റം. അതുപോലത്തെ ഒരു സെപ്റ്റം നമുക്ക് വെൻട്രിക്കിളിനിടയിലും കാണാം. വെൻട്രിക്കിളിൻ്റെ ലെഫ്റ്റും റൈറ്റും അറകളെ തമ്മിൽ വേർതിരിച്ചുകൊണ്ട് മറ്റൊരു സെപ്റ്റം കാണാം, മറ്റൊരു ഭിത്തി കാണാം. ആ ഭിത്തിയെ വിളിക്കുന്ന പേരാണ് ഇന്റർ വെൻട്രിക്കുലാർ സെപ്റ്റം. So, interatrial septum separate the right and left atria and interventricular septum separate the left and right ventricles. ഇനി ഇതുപോലത്തെ ഒരു സെപ്റ്റം നമുക്ക് ഏട്രിയത്തിനും വെൻട്രിക്കിളിനും ഇടയിലും കാണാൻ സാധിക്കും. അപ്പോൾ ഇത് ഏട്രിയമാണ്, ഇത് വെൻട്രിക്കിളാണ്. ഇതിൻ്റെ ഇടയിൽ കാണുന്ന ഈ സെപ്റ്റം, അതിനെ വിളിക്കുന്ന പേരാണ് ഏട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റം. ഏട്രിയത്തിനെ തങ്ങളിൽ വേർതിരിക്കുന്നത് ഇന്റർ ഏട്രിയൽ സെപ്റ്റം, വെൻട്രിക്കിളിനെ തങ്ങളിൽ വേർതിരിക്കുന്നത് ഇന്റർ വെൻട്രിക്കുലാർ സെപ്റ്റം, ഏട്രിയത്തിനെയും വെൻട്രിക്കിളിനെയും തങ്ങളിൽ സെപ്പറേറ്റ് ചെയ്യുന്നത് ഏട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റം. ഇനി ഹാർട്ടിൽ കാണുന്ന ഡിഫറൻറ്റ് വാൽവുകൾ ഏതൊക്കെയാണെന്ന് പഠിക്കാം. ആദ്യം ബൈക്കസ്പിഡ് വാൽവ്, ട്രൈക്കസ്പിഡ് വാൽവ് മനസ്സിലാക്കാം. The opening between the right atrium and the right ventricle. അപ്പോൾ വലതുവശത്തുള്ള ഏട്രിയവും വലതുവശത്തുള്ള വെൻട്രിക്കിളും തങ്ങളിലിവിടെ ഏട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റം ഉണ്ടെന്നറിയാം. ഏട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റം ഉണ്ട്. ആ ഏട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റത്തിലാണ് ഈ വാൽവ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. The opening between the right atrium and the right ventricle is guarded by a valve formed of 3 muscular flaps. 3 ഫ്ലാപ്പുകൾ, 3 ദളമുള്ള ഒരു വാൽവാണ്. 3 ഇതളുകളുള്ള വാൽവ് എന്ന് വേണമെങ്കിലും പറയാം. ഫോംഡ് ഓഫ് 3 മസ്കുലാർ ഫ്ലാപ്സ്. അപ്പോൾ മസിൽസ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള 3 അടപ്പുകളുണ്ട് അവിടെ. 3ഉം കൂടെ ചേർന്ന് ഒരുമിച്ചാണ് ഒരു വാൽവായിട്ട് ഇത് ആക്ട് ചെയ്യുന്നത്. നോൺ ആസ് ട്രൈക്കസ്പിഡ് വാൽവ്. അതിനെ വിളിക്കുന്ന പേരാണ് ട്രൈക്കസ്പിഡ് വാൽവ്. അപ്പോൾ ഇവിടെ ഓർക്കുക, പൊസിഷൻ റൈറ്റ് സൈഡിൽ കാണുന്ന വാൽവാണ്. ഹാർട്ടിൻ്റെ റൈറ്റ് ഏട്രിയത്തിലും റൈറ്റ് വെൻട്രിക്കിളിലും തങ്ങളിൽ സെപ്പറേറ്റ് ചെയ്യുന്ന വാൽവാണ് ട്രൈക്കസ്പിഡ് വാൽവ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 3 മസ്കുലാർ ഫ്ലാപ്സ് ഉണ്ട്. അതുകൊണ്ടാണ് ആ പേര് എങ്ങനെ വരുന്നത്, ട്രൈക്കസ്പിഡ് എന്നുള്ള പേര് വന്നിട്ടുള്ളത്. ഇനി അതുപോലെ ലെഫ്റ്റ് സൈഡിലും അതുപോലത്തെ വാൽവുണ്ട്. ലെഫ്റ്റ് ഏട്രിയത്തിനെയും ലെഫ്റ്റ് വെൻട്രിക്കിളിനെയും സെപ്പറേറ്റ് ചെയ്തുകൊണ്ടും ഇതുപോലെ ഒരു വാൽവ് കാണാൻ സാധിക്കും. പക്ഷേ ആ വാൽവിനാണെങ്കിൽ 2 കസ്പ്സേ ഉണ്ടാവുള്ളൂ, 2 ദളം.
2 ഇതളുകളെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിനെ വിളിക്കുന്ന പേര് ബൈക്കസ്പിഡ് വാൽവ് എന്നും മറ്റൊരു പേര് കൂടിയുണ്ട് മിട്രൽ വാൽവ് എന്നുള്ള പേരിലും ഇതറിയപ്പെടും. ബൈക്കസ്പിഡ് വാൽവ് ഓർ അതർവൈസ് മിട്രൽ വാൽവ് എന്നുള്ള പേരിലും ഈ വാൽവ് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ബൈക്കസ്പിഡ് വാൽവ് എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലെ വാൽവാണ് ബൈക്കസ്പിഡ് വാൽവ്, റൈറ്റ് സൈഡിലെ വാൽവാണ് ട്രൈക്കസ്പിഡ് വാൽവ്. അപ്പോൾ പേര് സൂചിപ്പിക്കുന്നത് പോലെ ബൈക്കസ്പിഡ് വാൽവിൽ 2 ദളങ്ങളേ ഉള്ളൂ, 2 കസ്പ്സേ ഉള്ളൂ. എന്നാൽ ട്രൈക്കസ്പിഡ് വാൽവിൽ 3 കസ്പ്സ് ഉണ്ട്. ഇനി സെമി ലൂണാർ വാൽവ്സ്. The opening of the right and the left ventricles into the pulmonary artery and the aorta respectively are provided with the semilunar valves. Picture നോക്കൂ. അപ്പോൾ ഇവിടെ പൊസിഷൻ എന്ന് പറയുന്നത് ഓപ്പണിംഗ് ഓഫ് ദ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് വെൻട്രിക്കിൾസ് ഇൻ ടു ദ പൾമനറി ആർട്ടറി. റൈറ്റ് വെൻട്രിക്കിൾ എന്ന് പറയുന്നത് ഇവിടെ ഈ കാണുന്ന റൈറ്റ് വെൻട്രിക്കിൾ ബ്ലഡ് പമ്പ് ചെയ്യുന്നത് ലങ്സിലേക്കാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ പൾമനറി ആർട്ടറി എന്ന് വിശേഷിപ്പിക്കുന്ന ബ്ലഡ് വെസൽ. അപ്പോൾ അവിടെ കാണുന്ന വാൽവ്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ അയോർട്ട പമ്പ് ചെയ്യുന്ന ലെഫ്റ്റ് വെൻട്രിക്കിൽ നിന്നാണ് ബ്ലഡ് കളക്ട് ചെയ്ത് അയോർട്ട കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ പൊസിഷനിലും അവിടെയും ഈ ഒരു അർദ്ധചന്ദ്രാകാര വാൽവ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതാണ് സെമി ലൂണാർ വാൽവ്. ആ ഷേപ്പിലുള്ളതാണ്. ദ ഓപ്പണിംഗ് ഓഫ് ദ റൈറ്റ് ആൻഡ് ദ ലെഫ്റ്റ് വെൻട്രിക്കിൾസ് ഇൻ ടു ദ പൾമനറി ആർട്ടറി ആൻഡ് ദ അയോർട്ട. അപ്പോൾ റൈറ്റ് വെൻട്രിക്കിൾ പൾമനറി ആർട്ടറിയിലേക്ക് ഓപ്പൺ ചെയ്യുന്നു, ലെഫ്റ്റ് വെൻട്രിക്കിൾ ആണെന്നുണ്ടെങ്കിൽ അയോർട്ടയിലേക്ക് ഓപ്പൺ ചെയ്യുന്നു. ആർ പ്രൊവൈഡഡ് വിത്ത് ദ സെമി ലൂണാർ വാൽവ്സ്. The valves in the heart allows the flow of blood only in one direction. അപ്പോൾ ഈ വാൽവ് എന്തിനാണ് വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിവേഴ്സ് ഫ്ലോ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് വാൽവുകളുടെ ആവശ്യം. തിരിച്ച് ബ്ലഡ് ഇങ്ങോട്ട്, ഇപ്പോൾ വെൻട്രിക്കിളിൽ നിന്നും അയോർട്ടയിലേക്ക് ബ്ലഡ് പമ്പ് ചെയ്യുന്നു. ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും പോകാൻ വേണ്ടി ബ്ലഡ് വെൻട്രിക്കിളിൽ നിന്നും പമ്പ് ചെയ്യുമ്പോൾ അത് തിരിച്ച് വെൻട്രിക്കിളിലേക്ക് ഒഴുകാൻ പാടില്ല. മുകളിലേക്ക് കയറുന്ന ബ്ലഡ് തിരിച്ചൊഴുകാൻ പാടില്ല. അത് പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ വാൽവുകളുടെ ധർമ്മം. ബൈക്കസ്പിഡ് ട്രൈക്കസ്പിഡ് വാൽവുകളുടെയും ധർമ്മം അത് തന്നെ. ഏട്രിയയിൽ നിന്ന് വെൻട്രിക്കിളിലേക്ക് വരുന്ന ബ്ലഡ് തിരിച്ച് റിവേഴ്സ് ഫ്ലോ പ്രിവെൻറ്റ് ചെയ്യുക, ബാക്ക്വേർഡ് ഫ്ലോ പ്രിവെൻറ്റ് ചെയ്യുക. The valves in the heart allows the flow of blood only in one direction, that is from the atria to the ventricles and from the ventricles to the pulmonary artery or aorta. These valves prevent any backward flow. ഇനി നമുക്ക് കണ്ടക്റ്റിംഗ് സിസ്റ്റം ഇൻ ഹാർട്ടിൽ എങ്ങനെയാണ് അതിൻ്റെ മസിൽസ് വർക്ക് ചെയ്യാനുള്ള ഇലക്ട്രിക്കൽ ഇമ്പൾസ് കണ്ടക്ട് ചെയ്യപ്പെടുന്നത് മനസ്സിലാക്കാം. അപ്പോൾ അവിടെ നമ്മൾ ഓർക്കേണ്ട പേര് സൈനോ ഏട്രിയൽ നോഡ്, ഷോർട്ട് ഫോമിൽ SA നോഡ് എന്ന് വിളിക്കും. അപ്പോൾ നമുക്കറിയാം ഹാർട്ട് മൊത്തത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള മസിൽസ് എന്ന് വിളിക്കുന്നത് കാർഡിയാക് മസിൽസാണ്. പഠിച്ചിട്ടുണ്ട്. 3 ഡിഫറൻറ്റ് ടൈപ്പ് മസിൽസ് പഠിച്ചിട്ടുണ്ട്. സ്ട്രയേറ്റഡ് മസിൽസും നോൺ സ്ട്രയേറ്റഡ് മസിൽസും ഹാർട്ട് മസിൽസും കാർഡിയാക് മസിൽസും. ഹാർട്ടിൽ മാത്രം കാണപ്പെടുന്ന മസിൽസാണ് കാർഡിയാക് മസിൽസ് എന്ന് വിളിക്കുന്നത്. ദ വാൾസ് ഓഫ് ദ വെൻട്രിക്കിൾസ് ആർ മച്ച് തിക്കർ ദാൻ ദാറ്റ് ഓഫ് ദ ഏട്രിയ. ഇപ്പോൾ ഹാർട്ടിൻ്റെ മസിൽസിൻ്റെ ആ ഒരു തിക്നെസ് നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏട്രിയയിൽ കാണുന്ന മസിൽസ് വളരെ തിന്നാണ്, എന്നാൽ വെൻട്രിക്കിൾസ് കാണുന്ന മസിൽസ് വളരെ തിക്കാണ്. അപ്പോൾ അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ വെൻട്രിക്കിൾസാണ് ശരിക്കും ബ്ലഡ് പമ്പ് ചെയ്യുന്നത്. സ്ട്രോങ് ആയിട്ട് കോൺട്രാക്ട് ചെയ്യേണ്ട ജോലി വരുന്നത് വെൻട്രിക്കിൾസാണ്. ദ വാൾസ് ഓഫ് ദ വെൻട്രിക്കിൾസ് ആർ മച്ച് തിക്കർ ദാൻ ദാറ്റ് ഓഫ് ദ ഏട്രിയ. എ സ്പെഷ്യലൈസ്ഡ് കാർഡിയാക് മസ്കുലേച്ചർ കാൾഡ് ദ നോഡൽ ടിഷ്യൂ ഈസ് ആൾസോ ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ദ ഹാർട്ട്. അപ്പോൾ ഈ കാർഡിയാക് മസിൽസിൽ ചില മസിൽ ടിഷ്യൂസിന് എന്ത് ക്യാരക്ടറുണ്ട്? ഇമ്പൾസ് കണ്ടക്ട് ചെയ്യാനുള്ള ക്യാരക്ടറുണ്ട്. ഇലക്ട്രിക്കൽ ഇമ്പൾസ് കണ്ടക്ട് ചെയ്യാനുള്ള നെർവ് ടിഷ്യൂസ് കണ്ടക്ട് ചെയ്യുന്നത് പോലെ ഈ മസിൽ ടിഷ്യൂസിന് ഇലക്ട്രിക്കൽ ഇമ്പൾസ് ജനറേറ്റ് ചെയ്യാനും കണ്ടക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. എ സ്പെഷ്യലൈസ്ഡ് കാർഡിയാക് മസ്കുലേച്ചർ കാൾഡ് ദ നോഡൽ ടിഷ്യൂ ഈസ് ആൾസോ ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ദ ഹാർട്ട്. എ പാച്ച് ഓഫ് ദിസ് ടിഷ്യൂ ഈസ് പ്രസൻറ്റ് ഇൻ ദ റൈറ്റ് അപ്പർ കോർണർ ഓഫ് ദ റൈറ്റ് ഏട്രിയം. റൈറ്റ് ഏട്രിയത്തിൻ്റെ റൈറ്റ് അപ്പർ കോർണറിൽ, അപ്പോൾ വലതുവശത്തുള്ള ഏട്രിയൽ ചേംബറിൻ്റെ വലത്തേ വശത്ത് അപ്പർ കോർണറിലായിട്ട് കാണുന്ന കുറച്ച് മസിൽ ടിഷ്യൂസ് ഉണ്ട്, നോഡൽ ടിഷ്യൂസ് ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് സൈനോ ഏട്രിയൽ നോഡ്.
sinoatrial node. Another mass of this tissue is seen in the lower left corner of the right atrium. അപ്പോൾ ഇതേ ടൈപ്പ് ഇമ്പൾസ് ജനറേറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ടിഷ്യൂ എവിടെയും കാണുന്നുണ്ട്, റൈറ്റ് ഏട്രിയം, ലോവർ ലെഫ്റ്റ് കോർണർ ഓഫ് ദ റൈറ്റ് ഏട്രിയം. റൈറ്റ് ഏട്രിയത്തിൽ തന്നെ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട്, ലെഫ്റ്റ് കോർണറിലായിട്ട്, ക്ലോസ് ടു ദ ഏട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റം. ഏട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റം ഇവിടെയുണ്ട്. അപ്പോൾ അതിനടുത്തായിട്ട് ഇതേ ടൈപ്പ് ഒരു ടിഷ്യൂ കാണുന്നുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് AVN. അതിൻ്റെ ഫുൾ ഫോം ഏട്രിയോ വെൻട്രിക്കുലാർ നോഡ്. ഏട്രിയോ വെൻട്രിക്കുലാർ നോഡ്. അപ്പോൾ റൈറ്റ് ഏട്രിയത്തിൻ്റെ അപ്പർ കോർണറിൽ കുറച്ച് നോഡൽ ടിഷ്യൂസ് ഉണ്ട്. അതിനെ വിളിക്കുന്ന പേര് SA നോഡ്. റൈറ്റ് ഏട്രിയത്തിൻ്റെ തന്നെ ലെഫ്റ്റ് കോർണറിലായിട്ട് മറ്റൊരു നോഡൽ ടിഷ്യൂ ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് AVN ഓർ ഏട്രിയോ വെൻട്രിക്കുലാർ നോഡ്. A bundle of nodal fibers continues from the AVN, passes through the atrioventricular septa to emerge on the top of the interventricular septum and immediately divides into a right and a left bundle. ഇപ്പോൾ ഈ പിക്ചറിൽ നോക്കൂ. ഇപ്പോൾ ഇവിടെ SA നോഡ് കാണാൻ നമുക്കിവിടെ AV നോഡ്. അപ്പോൾ ആ AV നോഡിൽ നിന്നും വരുന്ന ഈ ഒരു നോഡൽ ഫൈബേഴ്സ് AV നോഡ് കഴിഞ്ഞിട്ട് അടുത്ത് വെൻട്രിക്കിളിൻ്റെ ഈ ഒരു ഇൻ്റർവെൻട്രിക്കുലാർ സെപ്റ്റത്തിലേക്ക് ഏട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റത്തിലേക്ക് കടക്കുമ്പോൾ ഇവിടെ രണ്ട് ബ്രാഞ്ചായിട്ട് ഇവിടെ തിരിയുന്നുണ്ട്. അത് വീണ്ടും ചെറിയ ബ്രാഞ്ചസ് ആയിട്ട് തിരിയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് ബണ്ടിലും റൈറ്റ് ബണ്ടിലും ഇവിടെ തിരിയുന്നുണ്ട്. AV നോഡ് ഇങ്ങോട്ട് വന്നിട്ട് അടുത്തിവിടെ ലെഫ്റ്റ് ഒരു ബണ്ടിൽ, ഇവിടെ റൈറ്റ് ഒരു ബണ്ടിൽ. അത് വീണ്ടും മൈന്യൂട്ടായിട്ടുള്ള ബണ്ടിൽസായിട്ട് ഫൈബേഴ്സായിട്ട് തിരിയുന്നുണ്ട്. കാണാം നമുക്ക്. ദീസ് ബ്രാഞ്ചസ് ഗീവ് റൈസ് ടു മൈന്യൂട്ട് ഫൈബേഴ്സ് ത്രൂ ഔട്ട് ദ വെൻട്രിക്കുലാർ മസ്കുലേച്ചർ ഓഫ് ദ റെസ്പെക്റ്റീവ് സൈഡ് ആൻഡ് ആർ കാൾഡ് പർക്കിഞ്ചി ഫൈബേഴ്സ്. അപ്പോൾ ഈ ഫൈബേഴ്സിനെ വിളിക്കുന്ന പേരാണ് പർക്കിഞ്ചി ഫൈബേഴ്സ്. ഇപ്പോൾ SA നോഡിൽ നിന്നും അടുത്ത് കണ്ടക്ഷൻ വരുമ്പോൾ അടുത്ത് AV നോഡ് എത്തുന്നു. AV നോഡ് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ബണ്ടിലുണ്ട്. AV ബണ്ടിൽ രണ്ടായിട്ട് തിരിയുക. ഇവിടെ ലെഫ്റ്റും റൈറ്റും ബണ്ടിലായിട്ട് തിരിയുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ അത് ഫൈബേഴ്സായിട്ട്, മൈന്യൂട്ട് ഫൈബേഴ്സായിട്ട് വെൻട്രിക്കിളിൽ മൊത്തം അങ്ങ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ ആ ഫൈബേഴ്സിനെ വിളിക്കുന്ന പേരാണ് പർക്കിഞ്ചി ഫൈബേഴ്സ്. പർക്കിഞ്ചി ഫൈബേഴ്സ് എലോങ് വിത്ത് ദ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബണ്ടിൽസ് ആർ നോൺ ആസ് ബണ്ടിൽ ഓഫ് ഹിസ്. ഇപ്പോൾ ഒരു സയൻറ്റിസ്റ്റിൻ്റെ പേരുമായിട്ട് ബന്ധപ്പെടുത്തി ഇതിനെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് ബണ്ടിൽ ഓഫ് ഹിസ്. പർക്കിഞ്ചി ഫൈബേഴ്സും ഈ ലെഫ്റ്റും റൈറ്റും ബണ്ടിലും കൂടെ ചേർന്നിട്ടുള്ള ഈ കണ്ടക്റ്റിംഗ് ഫൈബേഴ്സിനെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് ബണ്ടിൽ ഓഫ് ഹിസ്. പർക്കിഞ്ചി ഫൈബേഴ്സ് എലോങ് വിത്ത് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബണ്ടിൽസ് ആർ നോൺ ആസ് ബണ്ടിൽ ഓഫ് ഹിസ്. The nodal musculature has the ability to generate action potential without any external stimuli. That is, it is auto-excitable. അപ്പോൾ ഹാർട്ടിനെ സംബന്ധിച്ചിടത്തോളം മറ്റെല്ലാ ശരീരത്തിൻ്റെ എല്ലാ ഓർഗൻസും വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബ്രെയിനിൽ നിന്നുള്ള നെർവസ് സ്റ്റിമുലസ് കിട്ടണം. പക്ഷേ നമ്മുടെ ഹാർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഹാർട്ടിന് തന്നെ അതിനാവശ്യമായിട്ടുള്ള സ്റ്റിമുലസ് ഉണ്ടാക്കാനുള്ള, ഇലക്ട്രിക്കൽ സ്റ്റിമുലസ് ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഈ SA നോഡിനുണ്ട്. സോ ഹ്യൂമൻ ഹാർട്ട് ഈസ് auto-excitable. അത് നിങ്ങളൊക്കെ ഓപ്പറേഷൻ നടത്തിയൊക്കെ ഹാർട്ടൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത് കണ്ടാൽ നമുക്ക് കണ്ടിട്ടുണ്ടാകും. അത് തനിയെ ഇരുന്ന് മിടിക്കുന്നുണ്ടാകും. ബ്രെയിനിൽ നിന്നുള്ള കണക്ഷൻ ഇല്ലാതെ തന്നെ ഹാർട്ട് എന്ത് ചെയ്യും? തനിയെ വർക്ക് ചെയ്യും. The nodal musculature has the ability to generate action potential without any external stimuli. That is, it is auto-excitable. The SAN can generate the maximum number of action potentials, that is 70 to 75 per minute. ഒരു മിനിറ്റിൽ 70 മുതൽ 75 പ്രാവശ്യം വരെ ഉള്ള ഹാർട്ട് ബീറ്റ് ചെയ്യാനുള്ള ഇലക്ട്രിക്കൽ സ്റ്റിമുലസ് ജനറേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി SAN ഉണ്ട്. And is responsible for initiating and maintaining rhythmic contractile activity of the heart. Therefore, it is called the pacemaker. അപ്പോൾ അതുകൊണ്ട് ഈ SA നോഡിനെ നമ്മൾ പേസ് മേക്കർ ഓഫ് ദ ഹാർട്ട് എന്നാണ് അറിയപ്പെടുന്നത്. SA നോഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ഹാർട്ടിൽ നിന്നും SA നോഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഹാർട്ട് വർക്ക് ചെയ്യില്ല. സോ SA നോഡ് ഈസ് നോൺ as the pacemaker of the heart. Our heart normally beats 70 to 75 times in a minute. ഒരു മിനിറ്റിൽ 70 മുതൽ 75 പ്രാവശ്യം ബീറ്റ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ അതിൻ്റെ ഒരു ആവറേജ് ആണ് നമ്മൾ എപ്പോഴും പറയുന്നത് ഹാർട്ട് ബീറ്റ് 72 ബീറ്റ്സ് പെർ മിനിറ്റ് എന്നുള്ള രീതിയിൽ പറയുന്നത്. ഒരു മിനിറ്റിൽ 72 പ്രാവശ്യമാണ് ഹാർട്ട് ബീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കണ്ടക്റ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് നമ്മൾ പറഞ്ഞാൽ എങ്ങനെ പറയും? റൈറ്റ് ഏട്രിയത്തിൽ SA നോഡുണ്ട്. SA നോഡിൽ നിന്നും അടുത്ത് AV നോഡിലേക്ക് പോകുന്നു. SA നോഡ് ഇവിടെ ഉണ്ട്. അടുത്ത് AV നോഡിലേക്ക് പോകുന്നു. AV നോഡിൽ നിന്ന് ഈ ബണ്ടിലേക്ക് പോകും. 2 ബണ്ടിൽ തിരിയുന്നു. ലെഫ്റ്റും റൈറ്റും ബണ്ടിൽ തിരിയുന്നു. ഈ ബണ്ടിലിനെ വിളിക്കുന്ന പേര് ബണ്ടിൽ ഓഫ് ഹിസ്. ബണ്ടിൽ ഓഫ് ഹിസ് വീണ്ടും മൈന്യൂട്ട് ബ്രാഞ്ചസ് ആയിട്ട് തിരിയുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് പർക്കിഞ്ചി ഫൈബേഴ്സ്. അപ്പോൾ പർക്കിഞ്ചി ഫൈബേഴ്സ് വഴി വെൻട്രിക്കിൾസിലേക്ക് നെർവ് കണ്ടക്ഷൻ നടക്കുന്നു. സോ റൈറ്റ് ഏട്രിയം, SA നോഡ്, AV നോഡ്, ബണ്ടിൽ ഓഫ് ഹിസ്, പർക്കിഞ്ചി ഫൈബേഴ്സ്, വെൻട്രിക്കിൾസ്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ ഇമ്പൾസ് കണ്ടക്ഷൻ ഹാർട്ടിൽ നടക്കുന്നത്. For video lessons, please subscribe TLB's biology classes. Thank you.